ശ്രീ രാഹുൽ ഈശ്വർ, ശരി, നമുക്ക് സമാധി വരി പറയാം. അതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്നത് ഒരു സെറ്റ് ഓഫ് നിയമത്തിൻ്റെ കീഴിലാണ്. ആ നിയമത്തിൻ്റെ കീഴിൽ നിയമപരമായി പാലിക്കേണ്ട ബാധ്യതകളും ബാധ്യസ്ഥകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു മരണം ഉണ്ടാകുന്നു, ഒരു നാട്ടിലെ കുറച്ചധികം പേർ ഒരു മാസ് പെറ്റീഷൻ അവർ മരണത്തിൽ സംശയം ഉണ്ടാകുന്നു. ആ സംശയം ദൂരീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണോ? അല്ലേ? തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ് എന്ന് തന്നെയാണല്ലോ നമ്മുടെ സമൂഹത്തിലെ ഉത്തരവ് ഉണ്ടാകുക. അപ്പൊ 2-3 കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും നമ്മളൊരു ദുരൂഹത ആരോപിക്കുന്നത് ശരിയാണോ എന്ന് നോക്കണം. ശ്രീ രഞ്ജിത്ത് അഡ്വക്കേറ്റ് അടക്കമുള്ള ആൾക്കാർ വളരെ വ്യക്തമായി തന്നെ കാര്യം പറഞ്ഞു. VSDP പോലെ, വൈകുണ്ഠസ്വാമി ധർമ്മപരിപാലന യോഗം പോലെ, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻജിയെ പോലെ വളരെ പ്രമുഖരും സമൂഹത്തിൽ വളരെ ആദരിക്കുന്നവരുമായി അവരുടെ നിലപാടൊക്കെ പറഞ്ഞു. അപ്പം ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം കൂടെ നമ്മൾ പരിഗണിക്കണം. ചില ആൾക്കാർക്ക് ദുരൂഹത കാണാം. കാരണം നമ്മുടെ നാട്ടിൽ ചിലപ്പോഴെങ്കിലും ഒരു ദുരൂഹത വ്യവസായം നിലനിൽക്കുന്നു എന്ന് തോന്നാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കണം. ഇന്നലെയൊക്കെ അങ്ങയുടെ അടക്കം പല ചാനലുകളിലും ഞാനടക്കമുള്ള ഒരുപാട് പേര് പറഞ്ഞ നിലപാടാണ് ഇന്ന് ആത്യന്തികമായി ശരിയായി വന്നത്. ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് പോയി, കോടതി കുഴപ്പമില്ല തുറന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആകുമ്പം കുടുംബം പോലും അത് സമ്മതിച്ചു. അപ്പം ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ ഉള്ളൊരു മനസ്സ് വേണം എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഞാൻ പോളിടെക്നിക്കലോ സുവോളജിയോ ബയോളജിയോ ഒന്നും പഠിക്കാതെ വന്നിരുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നിരുന്നാലും സാധാരണക്കാർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ ഇത്തരം കാര്യങ്ങളിൽ. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുകയാണോ എന്നൊക്കെ സ്വാഭാവികമായ സംശയവും മറ്റും തോന്നാം. സമാധികൾ പല രീതിയിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സവികൽപ്പ സമാധിയുണ്ട്, നിർവികൽപ്പ സമാധിയുണ്ട്, സംപ്രജ്ഞാത സമാധിയുണ്ട്, വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. പക്ഷേ സമാധി എന്ന വാക്ക് സാധാരണഗതിയിൽ നമ്മുടെ മലയാളത്തിലും കേരളത്തിലും ഉപയോഗിക്കുന്നത് യോഗ ചെയ്തിരുന്ന യോഗിയായ സിദ്ധനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മാവിനെയോ പ്രാണനെയോ ജീവനെയോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പോകുന്നതിനെയാണ് സാധാരണഗതിയിൽ സമാധി എന്ന് പറയുന്നത്. എനിക്ക് ഒരുപക്ഷെ ശ്രീ ലാൽകുമാർ വിയോജിക്കുമായിരിക്കും. എന്റെയൊക്കെ വിശ്വാസം ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായതെന്നാണ്. എന്റെയൊക്കെ വിശ്വാസം നമ്മുടെ സന്യാസിമാരെല്ലാം സമാധിയായതെന്നാണ്. ഞങ്ങൾ വിശ്വാസികൾ, ഞങ്ങൾക്കത് വിശ്വസിക്കാനുള്ള ഒരു അവസരം കൂടെ തരണം. ഇനി രണ്ട് ദൃഷ്ടിയായെങ്കിലും ഈ പലരും ഇവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയവർ തെറ്റാണെന്നാണല്ലോ തെളിഞ്ഞത്. ശരീരത്തിൽ ക്ഷതമില്ല, മുറിവില്ല. ഇനി ഭാവിയിൽ വിഷമോ ഫോറൻസിക്കിന്റെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയില്ല. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നാളെ ആ ഫോറൻസിക്കിന്റെ ഭാഗമായി ഈ വിഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തോട് ആ സ്ത്രീകളോട് അല്ലെങ്കിൽ അവരുടെ മക്കളോട് ഒരു ക്ഷമ പറയാനും ഖേദപ്രകടനം നടത്താനും ഉള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം. കാര്യം അവരുടെ അച്ഛനെ, അവരുടെ ഭർത്താവിനെ, അവരുടെ വീട്ടിലെ ഒരാളെയാണ് നമ്മുടെ പലരുടെ സംശയം തീർക്കാൻ വേണ്ടി വെളിയിലെടുത്തത്. അതുകൊണ്ട് ആ കുടുംബത്തിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമയും. ഇനി ഒരു വരി കൂടി പറയാം. അവിടെ എന്തായാലും ഈ പ്രശ്നവും വിവാദവും അതിന്റെ സത്യം തെളിഞ്ഞിട്ട് നമ്മളെല്ലാം, പ്രത്യേകിച്ച് ഞങ്ങൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്നവർ, ആ സമാധിയിൽ പോയി ഒന്ന് കൊള്ളണമെന്നും കൂടാണ് എന്റെ അഭ്യർത്ഥന. ഇനി അങ്ങനെയല്ല, നേരെ മറിച്ച് ഫൗൾ പ്ലേ ഉണ്ടെന്ന് പോലീസ് തെളിയിച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. അതില്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഈ ദുരൂഹത ആരോപിക്കുന്ന ഒരു ടെൻഡൻസി, ബാലഭാസ്കറുടെ മരണത്തിൽ ഭാര്യ ലക്ഷ്മിയിൽ അല്ലെങ്കിൽ കാണുന്ന എല്ലാത്തിലും ഒരു ദുരൂഹത ആരോപിക്കുന്ന ഒരു സ്വഭാവം നമുക്കാർക്കും ശരിയല്ല എന്ന് കേരളീയ പൊതുസമൂഹം ഓർക്കണം. ശരി, ബാലഭാസ്കറിന്റെ അച്ഛനോട് കൂടിയാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അല്ലേ? സ്വന്തം പിതാവാണ് ദുരൂഹത ആരോപിച്ചത്. പോട്ടെ.